രാഖി, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പരിശോധിക്കുകയാണെങ്കിൽ ഗതാഗത വകുപ്പിൽ വലിയ ഭരണ പ്രതിസന്ധിയാണ് കേട്ടോ. മോട്ടോർ വാഹന വകുപ്പിൽ കൃത്യമായ സ്ഥാനക്കയറ്റം കൃത്യസമയത്ത് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു ഭരണ സ്തംഭന അവസ്ഥയാണ് ഗതാഗത വകുപ്പിൽ ഉടലെടുത്തിരിക്കുന്നത്. ആർടിഒമാരുടെ തസ്തികകൾ അടക്കം സംസ്ഥാനത്തുടനീളം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം. ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ഫയൽ നീക്കം മന്ദഗതിയിലായതോടെ ഈ വകുപ്പിന്റെ പ്രവർത്തനമാകെ താളം തെറ്റി. എന്തായാലും വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇത് ഇന്നും ഇന്നലെയോ ഒന്നും അല്ല, മാറി മാറി വരുന്ന സർക്കാരുകൾ അല്ലെങ്കിൽ അപ്പോഴൊക്കെ തന്നെ ഗതാഗത വകുപ്പിന്റെ പ്രവർത്തനം എപ്പോഴും താളം തെറ്റാറുണ്ട്. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തുകൊണ്ടാണ് വീണ്ടും ഗതാഗത വകുപ്പിന്റെ താളം തെറ്റുന്നത്? എന്തുകൊണ്ടാണ് ഗതാഗത മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടാത്തത്? കൂടുതൽ വിശദാംശങ്ങൾ, എന്തുകൊണ്ടാണ് ഒരു ആർടിഒ നിയമിക്കാൻ ഈ ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർക്ക് കഴിയാത്തത്? പ്രശാന്ത്. രാഖി, അശ്വതി, സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും താളം തെറ്റുന്ന നിലയിലേക്കാണ് ചെല്ലുന്നത്. നിലവിൽ പ്രമോഷൻ അടക്കം മുടങ്ങിയതോടുകൂടി തന്നെ വിവിധ ഇത്തരത്തിൽ പ്രമോഷൻ അടക്കം മുടങ്ങിയതോ തന്നെ വിവിധ ഇടങ്ങളിലുള്ള ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടെല്ലാം ഈ പ്രമോഷൻ മുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടുകൂടി തന്നെ പ്രവർത്തനമടക്കം താളം തെറ്റുന്ന നിലയിലേക്കാണ് എത്തുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലത്തെ ചുമതലകൾ വഹിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ കനത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പലയിടങ്ങളിലും ആർടിഒ തസ്തിക അടക്കമുള്ളവ ഇത്തരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ സ്ഥിതി തുടർന്നുകൊണ്ട്, അതായത് ഒരു ആർടിഒയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് തന്നെ ഒന്നിൽ കൂടുതൽ ഇത്തരത്തിൽ ചുമതലകൾ വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, വലിയ പ്രതിസന്ധി ഇതിൽ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഈ ലൈസൻസും മറ്റ് ലൈസൻസ് പുതുക്കുന്നതുമായിക്കോട്ടെ, അതുപോലെ ആർടിഒ സമീപിക്കുന്ന വിവിധ ആവശ്യങ്ങൾക്കായി ആർടിഒ സമീപിക്കുമ്പോൾ അത് കൃത്യസമയത്ത് ആ സേവനം ലഭ്യമാകാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥിതി തുടർന്നതോടുകൂടി തന്നെ കഴിഞ്ഞ ദിവസം വിഷയം ഇത്തരത്തിൽ ഗതാഗത മന്ത്രിയുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു പ്രതിസന്ധി ഇല്ലെന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ഈ കൃത്യസമയത്ത് പ്രമോഷൻ നടപ്പിലാക്കാതെ വന്നതോടെയും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെ അതത് സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്യാതെ വന്നതോടുകൂടിയാണ് ഈ പ്രതിസന്ധി തുടരുന്നൊരു സാഹചര്യം ഉണ്ടായത്. നിലവിലും വലിയ പ്രതിസന്ധിയാണ് ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമനം നടത്താതെ വന്നതോടെ ഉണ്ടാകുന്നത്. കൂടുതൽ ഈ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ കുറേ നാളുകളായി ഈ സമാനസ്ഥിതി തന്നെയാണ് തുടരുന്നത്. PSC വഴിയുള്ള നിയമനം കൂടി നടക്കാതായതോടുകൂടി തന്നെയാണ് വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും നീങ്ങുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രമോഷൻ നടപടികളെല്ലാം വൈകിയതോടുകൂടി തന്നെ മോട്ടോർ വാഹന വകുപ്പിൽ നിയമനം പൂർണ്ണമായും നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയൊക്കെ ചില ഇടപെടലാണ് ഇത്തരത്തിൽ പ്രമോഷൻ വൈകാൻ കാരണമെന്നൊരു ആക്ഷേപം വേറെ തരത്തിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വിഷയം. അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടനടി നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില ഓഫീസുകളുമായി ബന്ധപ്പെട്ടൊക്കെ എത്തുന്ന സാധാരണക്കാരായ ആളുകളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിൽ എങ്ങും വിശദാംശങ്ങളാണ് പ്രശാന്ത് തലസ്ഥാനത്ത് നിന്നും പങ്കുവയ്ക്കുന്നത്.